തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്ന് കല്ല് വീണ് മരിച്ച അനന്തുവിന് വിട ചൊല്ലി നാട്. മൃതദേഹം സംസ്കരിച്ചു. മുക്കോലിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും സംഭവം ജില്ലാ കളക്ടർ അന്വേഷിക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത്. സൂര്യ, അനന്തുവിന്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ? മന്ത്രി ശിവൻകുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഫിജി, അനന്തുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം നടക്കും, കർശന നടപടിയെടുക്കും എന്നൊരു വിവരമാണ് വി ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെയാണ് ഒരു ധാരണ സംഭവം ഉണ്ടാകുന്നത്. വിഴിഞ്ഞത്തേക്ക് കല്ലുമായി വന്ന ലോറിയിൽ നിന്നും കല്ല് അനന്തുവിന്റെ ദേഹത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടെങ്കിലും അനന്തുവിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു അപകടം നടന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് 11 മണിവരെ ഇനി ലോഡുമായിട്ട് ലോറികൾ വരില്ല എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പ്രതിഷേധക്കാരൊക്കെ മടങ്ങിപ്പോയത്. ഇന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെയാണ് അനന്തുവിന്റെ വീട്ടിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. അതായത് സർക്കാരിന്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, ഈ രാവിലെ പകൽ സമയങ്ങളിൽ 8 മണി മുതൽ 10 മണി വരെയും ഈ വൈകിട്ട് 3 മണി മുതൽ 4:30 മണി വരെയും ഈ ഒരു സമയങ്ങളിൽ ലോഡുമായിട്ടുള്ള ലോറികളുടെ സഞ്ചാരം ഈ വഴി കൂടി വിലക്കിയിരുന്നതാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ അധികൃതരും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയതുമാണ്. ഈ ധാരണയൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ജനങ്ങൾ നിരന്തരം നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടും ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന പരാതികൾ ജനങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നാളെ 10 മണിക്ക് ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ സർവകക്ഷി പ്രതിനിധികളും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ ത്തിന്റെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ തന്നെ വിഴിഞ്ഞം തുറമുഖ അധികൃതരുടെ ഭാഗത്തു നിന്നും കളക്ടർ ഒരു മറുപടി തേടും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഒരു സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ ജില്ലാ കളക്ടറിനോടും ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അനന്തുവിന്റെ വീട്ടിൽ വി ശിവൻകുട്ടി മന്ത്രിയൊക്കെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് അടിയന്തര നടപടി സ്വീകരിക്കും, എന്താണ് ഉണ്ടായതെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കും എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും അനന്തുവിന്റെ സംസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രോഷപ്രകടനം ഒക്കെ തന്നെയാണ് അനന്തുവിന്റെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നാളത്തെ കളക്ടർ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിന് ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ കഴിയുക. ശരി, സൂര്യഗായത്രി.